തന്നെ ഇതുപോലെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവൻ അച്ഛന്റെ പേര്, യശസ്സ് എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു യഥാർത്ഥ മകൻ തന്നെയാണ്. ഈ കാണുന്ന ഒരു മുഖങ്ങളൊന്നും അല്ല രശ്മിക്കുള്ളത്. ഇതിന്റെ പിന്നിലെല്ലാം ആ കുട്ടി അച്ഛമ്മയുടെ അടുത്തേക്ക് താമസം മാറിയതിന്റെയൊക്കെ ഈ കിച്ചുവിനല്ലേ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഇനാഗ്രേഷൻ എല്ലാം കൊടുക്കേണ്ടത്. കിച്ചുവിനെ എന്താണ്, അവനിപ്പോ 22 വയസ്സ് പ്രായമായി. അവന്റെ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഇതുപോലെയൊക്കെയുള്ള ചെറിയ നാളെ ഒരു കൊച്ചുകുട്ടി തന്നെയായിരുന്നു. അച്ഛൻ മരിക്കുമ്പോഴൊക്കെ ഒരു കൊച്ചുകുട്ടി തന്നെയായിരുന്നു. 16 വയസ്സോ ഒക്കെ ഉള്ളൂ ആ കുട്ടിക്ക്. അവന് എതിർത്തിരുന്നു, വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. കാരണം അച്ഛന് പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ കുടുംബത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കോമഡി ആർട്ടിസ്റ്റായ കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എത്തിയിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. സുധി അകാലത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയോട് നമുക്കൊരു സഹതാപവും ഒരു സ്നേഹവും ഒരു ബഹുമാന ആർട്ടിസ്റ്റ് ആയ സുധിയുടെ കുടുംബത്തിനെ നമ്മളെല്ലാവരും ചേർത്ത് നിർത്താനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ആൾക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം സഹായിച്ച് വന്നിട്ടുള്ള ആ ഫാമിലിയിലെ വളരെ ഏറെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കിച്ചുവിന്റെ ഒരു അവസ്ഥയും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കിച്ചുവിനോട് വളരെയധികം കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സ്നേഹവും വാത്സല്യവും ഒക്കെ ആ കുഞ്ഞിനോട്. ആ കുട്ടിയോട് അവനിപ്പം 21 വയസ്സ് പ്രായമായി. ഇതുപോലെയുള്ള റീൽസുകളും ഒക്കെ ഇതുപോലുള്ള യൂട്യൂബ് വഴിയൊക്കെ ചെറിയ ചെറിയ പൈസ ഉണ്ടാക്കി ഇങ്ങനെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവൻ അച്ഛന്റെ പേര്, യശസ്സ് എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു യഥാർത്ഥ മകൻ തന്നെയാണ് ആര്, ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടി. ഈ കിച്ചു ഈ അമ്മയുടെ കൂടെ, അതായത് ഈ രേഷ്മ അമ്മയുടെ കൂടെ അധിക നാളൊന്നും അങ്ങനെ ജീവിച്ചിട്ടില്ല. അതിന്റെ കാരണം ഈ രേഷ്മ എന്ന് പറയുന്ന ആള് ഇങ്ങോട്ട് പുറത്തേക്ക് പറയുന്ന ഒരു ക്യാരക്ടർ അല്ല രേഷ്മയ്ക്ക്. നമ്മൾ ഈ കാണുന്ന ഒരു മുഖങ്ങളൊന്നും അല്ല രേഷ്മയ്ക്കുള്ളത്. ഇതിന്റെ പിന്നിലെല്ലാം ആ കുട്ടി അച്ഛമ്മയുടെ അടുത്തേക്ക് താമസം മാറിയതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ അച്ഛൻ മരിച്ചാൽ പിന്നെ ആ കുട്ടി വന്നു പറഞ്ഞിട്ടുണ്ട്, മീഡിയയിൽ എല്ലാം നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കാര്യം സ്വാതന്ത്ര്യമായിട്ട് പറയാമായിരുന്നു. ഒരു ഒറ്റപ്പെടലിന്റെ ഇതായിരുന്നു, ഒറ്റപ്പെടലിലൂടെയാണ് കടന്നുപോയത്. വളരെയധികം മാനസിക വിഷമം അനുഭവിച്ചാണ്, ഒറ്റപ്പെടലായിരുന്നു. ആരും അവനോട് അങ്ങനെ സംസാരിക്കാറില്ല. ഒരിടത്ത് ഒറ്റപ്പെട്ട് എത്ര നാൾ ഒരു കുട്ടി ജീവിക്കും? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒറ്റപ്പെട്ട് ആരും സംസാരിക്കാനൊന്നുമില്ലാതെ, ഒന്നാമതേ അച്ഛൻ പോയിരിക്കുന്ന മനസ്സിന്റെ വേദന. ആ കുട്ടി അവനന്ന് ചെറിയ പ്രായമാണ്. ആ പ്രായത്തിലാണ് ഇത്രയധികം ദുഃഖങ്ങൾ പേറേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ രേഷ്മയുടെ പോക്കത്ര ശരിയല്ല എന്ന് പല രീതിയിൽ പറഞ്ഞു നോക്കിയിട്ടൊന്നും രക്ഷയില്ലാത്തത് കൊണ്ട് രേഷ്മ പരിപാടിക്ക് മാത്രമേ പോവുള്ളൂ എന്നുള്ളവര് എല്ലാവർക്കും അറിയാം. അത് ഈ നല്ലൊരു ഈ കൊല്ലം സുധിയുടെ കുടുംബം എന്ന് പറയുന്ന അവർ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സുധി ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കുറച്ച് അവർക്ക് കടങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ അവർ വളരെയധികം ഈ മറ്റുള്ളവർ കടം മേടിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സുധി എന്ന് പറയുന്ന ഒരാൾ ഒരു സ്നേഹമുള്ള, കുടുംബത്തോട് സ്നേഹമുള്ള ഒരു ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് നല്ല സ്വരച്ചേർച്ചയായിട്ട് അമ്മയെ, അച്ഛൻ, അങ്ങനെ മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മക്കളെ അതിയായ സ്നേഹം കൊടുക്കുന്ന ഒക്കെ ഒരു ക്യാരക്ടറാണ് ഈ സുധിയുടെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ആ ഫാമിലിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് കിച്ചു ഒരു കടയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെയധികം ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും പറയുന്ന കാര്യം, ഈ കിച്ചുവിനല്ലേ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഇനാഗ്രേഷൻ എല്ലാം കൊടുക്കേണ്ടത്. കിച്ചുവിനെ അവനിപ്പോ 22 വയസ്സ് പ്രായമായി. അവന്റെ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യൂട്യൂബ് വഴിയൊക്കെ ഉള്ള വരുമാനം കൊണ്ടൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പയ്യനെ, അതായത് ഈ കൊല്ലം സുധിയെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പയ്യനല്ലേ ഈ പയ്യനല്ലേ ഇതുപോലെയുള്ള യോഗ്യതയായിട്ട് നിൽക്കുന്നത്. അവിടെ പറയുന്നവരെല്ലാം പറയുന്നുണ്ട്, കൊല്ലം സുധിച്ചേട്ടനെ പറിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഈ മകൻ. ആ മകനാണ് ഇത് യോഗ്യതയായിട്ട് നിൽക്കുന്നത്. ആ മകനാണ് ഇത് അർഹതപ്പെട്ടത്. ഈ കൊല്ലം സുധി വെച്ചു പോയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ചെന്താണ്, ആ കുടുംബം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. സുധി ജീവിച്ചിരിപ്പില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും കൂടി ചെയ്തു കൊടുത്ത്, അവർക്ക് വീടില്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കണം, സ്ഥലമില്ലെങ്കിൽ സ്ഥലം കൊടുക്കണം, പിന്നെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് സഹായിക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ ഈ കോമഡി ഈ കലാരംഗത്തേക്ക് വരുവാൻ കഴിവുള്ള ഒരാൾക്കാരാണെങ്കിൽ കലാരംഗത്തേക്ക് വന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഈ രേഷ്മയുടെ ഈ പോക്ക് ശരിയല്ലാത്തതുകൊണ്ട് രേഷ്മ വളരെ അധപ്പതിച്ച രീതിയിൽ സ്വയം അധപ്പതിക്കുന്ന ഒരു സ്ത്രീയാണ് രേഷ്മ എന്നുള്ള വിവരം നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആര് പറഞ്ഞാലും, ഏത് സോഷ്യൽ മീഡിയക്കാർ വന്ന് പറഞ്ഞാലും, യൂട്യൂബുകാർ വന്നാലും, മീഡിയക്കാർ പറഞ്ഞാലും, ജനങ്ങൾ പറഞ്ഞാലും, കമന്റിലൂടെ ഈ പ്രേക്ഷകർ കമന്റിലൂടെ രേഖപ്പെടുത്തിയാലും, അല്ലെങ്കിൽ സുധിയുടെ വീട്ടുകാർ പറഞ്ഞാലും,
എന്താണ് ഈ കിച്ചു പറഞ്ഞാലും യാതൊരു രക്ഷയില്ല. അവർക്ക് പണം ഉണ്ടാക്കിയാൽ മതി ആ സ്ത്രീക്ക്. അതുകൊണ്ട് തന്നെയാണ് കിച്ചു ഇതിൽ നിന്നെല്ലാം വിട്ടു നിന്നത്. അവന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പറയാനുള്ള ഒരു റൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു 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 പരിധി കഴിഞ്ഞപ്പോൾ, ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വയം മാറിക്കൊടുക്കുകയായിരുന്നു ഈ കിച്ചു എന്ന് പറയുന്ന 20കാരൻ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. രേണുവിന്റെ പോക്ക്, രേണു നല്ല രീതിയിൽ ഒരു ജോലി ചെയ്തായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയെ ആ കുട്ടിക്ക് അവിടെ നിൽക്കാമായിരുന്നു അല്ലെ, അവരുടെ കൂടെ നിൽക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ അങ്ങനെ അതൊന്നും സാധിക്കാത്ത രീതിയിൽ വന്നിരിക്കുന്ന ഏതാണ് ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ പെരുമാറ്റം കൊണ്ടാണ് ഈ കിച്ചു എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടി എന്താണ് ഇപ്പോഴാണ് അവൻ 21 വയസ്സ് പ്രായമായത്. ഇവൻ ഈ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ കുടുംബത്തുണ്ടാകുകയും അത് വളരെ എന്താണ് അതിനെയൊക്കെ അതിജീവിച്ച് വരുമ്പോഴും ഒക്കെ കിച്ചുവിന്റെ പ്രായം വളരെ ചെറിയ പ്രായമായിരുന്നു. ഇപ്പോഴാണ് അവൻ 21 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സിലേക്ക് കയറി എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴാണ് യുവാവായി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇപ്പോഴാണ്. ഇത്രയും നാൾ ഒരു കൊച്ചുകുട്ടി തന്നെയായിരുന്നു. അച്ഛൻ മരിക്കുമ്പോഴൊക്കെ ഒരു കൊച്ചുകുട്ടി തന്നെയായിരുന്നു. 16 വയസ്സോ ഒക്കെ ഉള്ളൂ ആ കുട്ടിക്കെന്ന് അല്ലെ. അപ്പോ വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയെ കലാപരമായിട്ട് ഒരു കഴിവ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അച്ഛന്റെ ഒരു കഴിവ് എന്നാ വെച്ചാൽ സുധി എല്ലാ ആൾക്കാരെയും സ്റ്റേജ് പ്രോഗ്രാമിൽ കൂടെ എന്താണ് ഈ കോമഡി അവതരിപ്പിച്ച് ചിരിപ്പിക്കുമായിരുന്നു. എല്ലാ പ്രേക്ഷകരെയും ചിരിപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഈ കൊല്ലം സുധി. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ എല്ലാവരും ഈ എല്ലാ ആൾക്കാർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ കിച്ചുവിനെ വളരെ സ്നേഹമാണ് എല്ലാവർക്കും, വളരെ എന്താണ് വാത്സല്യമാണ് എല്ലാവർക്കും. ആ കിച്ചുവിന്റെ കാര്യങ്ങൾ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ കുട്ടി വളരെ നല്ല രീതിയിൽ നല്ല ഒരു സ്വഭാവമായിട്ട് നല്ല എന്താണ് ശാന്ത സ്വഭാവമാണ് കിച്ചുവിന്റെ അല്ലേ. ഒന്നിലും കൂടുതലും മറുപടി അങ്ങനെ കൊടുക്കാറില്ല. ഏത് മീഡിയക്കാർ ചോദിച്ചാലും എന്താണ് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ 2 വാക്ക്, അതിൽ കൂടുതലൊരു എന്താണ് ഒരു പ്രതികരണം കിച്ചുവിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അവന്റെ ക്യാരക്ടറെ നമുക്ക് തെളിയിച്ചു തരുന്നത്. നമുക്ക് അവന്റെ ഒരു എന്താണ് സ്വഭാവം അവിടെ, ആ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ആ സ്വഭാവത്തിന്റെ മഹിമ അവിടെ വെളിപ്പെടുകയാണ്. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, മറ്റുള്ള ആൾക്കാരെ എന്താണ് ഈ ആ രേഷ്മയെ പോലും ഒരുപാട് കുറ്റം പറയട്ടെ. പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. മീഡിയക്കാർ ചോദിക്കുന്നു, അമ്മയുടെ ഈ വൈറലായിട്ടുള്ള ഈയിടെയായിട്ട് വളരെ വിവാദമാകുന്നുണ്ടല്ലോ, ഈ അവനോട് ആ എക്സ്ക്ലൂസീവ് രംഗങ്ങളുടെ കാര്യമൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്, മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. അതറിയാവുന്ന അവൻ എന്ത് ചെയ്തു? അവനെ ഒരൊറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, എന്താണ് എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല എന്നുള്ള അർത്ഥത്തിൽ. കാരണം അവന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിയിരുന്നു. കാരണം അവന് എതിർത്തിരുന്നു, വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. കാരണം അച്ഛന് പേര് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ കുടുംബത്തിൽ പേര് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേണ്ട. സാധാരണ ഒരു റീൽസോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോയോ പിടിക്കുന്ന പോലെയല്ല, ആവശ്യമില്ലാത്ത ഇതിലേക്കൊക്കെ കടക്കുക, എന്താണ് വളരെ മോശപ്പെട്ട രീതിയിൽ അഭിനയിക്കുക, അതുപോലെ തന്നെ എന്താണ് എക്സ്ക്ലൂസീവ് രംഗങ്ങൾക്ക് അഭിനയിക്കാൻ മടിയില്ലാതെ അഭിനയിക്കുക. ഇതൊക്കെ രേഷ്മയുടെ ഒരു തരം പ്രവൃത്തി തന്നെയായിരുന്നു. അത് മകൻ എന്നുള്ള രീതിയിൽ ഈ മകനെ ഈ കിച്ചുവിന് അംഗീകരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അവൻ മാറി നിൽക്കുന്നതും ഒന്നിനും റെസ്പോൺസ് കൊടുക്കാത്തതും. അതുകൊണ്ട് തന്നെയാണ് അവനാണ് അച്ഛന്റെ യഥാർത്ഥ മകൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ആ കിച്ചുവിനെ അച്ഛന്റെ യശസ് ഉയർത്തിപ്പിടിക്കുവാനും അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടത്തുവാനും എന്താണ് അച്ഛന്റെ വീട്ടുകാരെ അച്ഛമ്മയൊക്കെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, വളരെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓരോ പിറന്നാൾ ദിവസത്തിലും ഒക്കെ അച്ഛമ്മയോട് നിന്ന് സന്തോഷമായിട്ട് വളരെ എന്താണ് ചിരിച്ചുകൊണ്ട് തന്നെ വാക്കുകൾ പറഞ്ഞ അമ്മയൊക്കെ ചിരിച്ചത് സുധി മരിച്ചതിന് ശേഷം അമ്മയൊക്കെ ചിരിച്ച് ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആ അമ്മയ്ക്ക് ചിരിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിച്ചുവിന്റെ ആ ഒരു ഇടപെടൽ, ആ കിച്ചുവിന്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ആ അമ്മ വരെ റിക്കവർ ചെയ്തു വന്നത് എന്ന് പറയുമ്പോൾ ആ കിച്ചുവിനോടുള്ള ബഹുമാനം, സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടിക്കൂടി വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.